ഹജ്ജ് വളരെ ലളിതമായ ഒരു ഇബാദത്താണ്. തമത്തുവായി ഹജ്ജ് ചെയ്യുന്ന ഒരു വ്യക്തി ആദ്യം മീഖാത്തിൽ വെച്ച് ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം ചെയ്യുന്നു. എന്നിട്ട് മക്കയിലെത്തി തവാഫ് ചെയ്തു, സഅയ് ചെയ്തു, ഇഹ്റാമിൽ നിന്ന് മുക്തമായി സാധാരണ ജീവിതം നയിക്കുന്നു. പിന്നീട് ഹജ്ജിന്റെ ദിവസങ്ങളായ ദുൽഹജ്ജ് 8 താമസിക്കുന്ന സ്ഥലത്ത് വെച്ച് ഹജ്ജിന് വേണ്ടി ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നു. മിനായിലേക്ക് പുറപ്പെട്ട് അന്ന് മിനായിൽ താമസിക്കുന്നു. അവിടെയുള്ള നമസ്കാരങ്ങൾ ഖസ്റായി അതാത് സമയങ്ങളിൽ നിർവഹിക്കുന്നു. പിറ്റേ ദിവസം ദുൽഹജ്ജ് 9 അറഫ ദിവസം. അന്ന് ലഹ്ർ മുതൽ മഗ്രിബ് വരെ അറഫയിൽ കഴിച്ചുകൂട്ടുന്നു. ലഹ്റും അസ്റും ജമ്മും ഖസ്റുമായി നമസ്കരിച്ച ശേഷം ദിക്റുകളിലും ദുആകളിലും മുഴുകുന്നു. മഗ്രിബായ ശേഷം നമസ്കരിക്കാതെ മുസ്ദലിഫയിലേക്ക് നീങ്ങുന്നു. മുസ്ദലിഫയിലെത്തിയാൽ മഗ്രിബും ഇശയും ജമ്മും ഖസ്റുമായി നമസ്കരിക്കുന്നു. എന്നിട്ട് അവിടെ കിടന്നുറങ്ങുന്നു. പിറ്റേ ദിവസം സുബ്ഹി മുസ്ദലിഫയിൽ വെച്ച് നമസ്കരിച്ച് മിനയിലേക്ക് നീങ്ങുന്നു. ദുൽഹജ്ജ് 10 അന്ന് ആദ്യം കല്ലെറിയണം, പിന്നീട് അറവ് നടത്തണം, മുടിയെടുക്കണം, തവാഫും സഅയും നിർവഹിക്കണം. അത് കഴിഞ്ഞ് വീണ്ടും മിനയിലേക്ക് തിരിച്ചു വരണം. മിനയിൽ രാത്രി താമസിക്കണം. പിറ്റേ ദിവസം 11 3 ജംറകളിൽ കല്ലെറിയണം. 12 3 ജംറകളിൽ കല്ലെറിയണം. അത് കഴിഞ്ഞ് വേണമെങ്കിൽ തിരിച്ചു പോരാം. അതല്ല, ഒരു ദിവസവും കൂടി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 13 കൂടി കല്ലെറിഞ്ഞ് മിനയിൽ നിന്ന് മടങ്ങാം. അവസാനം വിടവാങ്ങൽ തവാഫ് ചെയ്യുന്നതോടുകൂടി ഹജ്ജിന്റെ കർമ്മം പൂർത്തിയായി. ഇതാണ് ഹജ്ജ്.